Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. And I believe God is going to do something good in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ So വിശ്വസിക്കുന്നു. get ready. അതിനുവേണ്ടി തയ്യാറാവുക. Even though this is a very small episode, God can do great things through this small episode. ഇതൊരു കൊച്ച് സമയം ദൈർഘ്യമുള്ള എപ്പിസോഡാണെങ്കിലും ഈ ഒരു എപ്പിസോഡിലൂടെ എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്കായി ചെയ്യാൻ These പോകുന്നു. days we are learning so much about the uniqueness of Christ. ക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്ന വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങളാണ് ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And I believe the Holy Spirit is going to lead us in a marvelous way. അതുമാത്രമല്ല കർത്താവ് നമ്മെ വളരെ മനോഹരമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. And we are going to pray for the sponsors of today's episode. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു സ്പോൺസർ മാത്രമാണ് നമുക്കുള്ളത്. കുവൈറ്റിൽ നിന്ന് അനൂപയാണ് ആദ്യത്തെ നമ്മുടെ Thank you സ്പോൺസർ. so much, Anupa. കർത്താവെ, കടബാധ്യതകൾ പൂർണ്ണമായി മാറി സാമ്പത്തിക വിടുതലുകൾ അനൂപയ്ക്ക് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും മകനും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കുവാൻ, കുടുംബമായി ദൈവവേലയ്ക്കായി പ്രയോജനപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാനം നഷ്ടപ്പെട്ടു പോകാതെ ദൈവവേലയ്ക്കായും കുടുംബത്തിനായും ഉപയോഗിക്കപ്പെടേണ്ടതിനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. 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 Thank you so much. Thank you so much. Let us worship the Lord together with Blessing Today Choir. ബ്ലെസ്സിംഗ് ടുഡേ കോയറിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ച് അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. വേദനിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. വേദനിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ച ശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ച ശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. All right, today we are going to focus on the uniqueness of Jesus in his
sufferings. ഇന്ന് നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലുള്ള അവന്റെ നിസ്തുല്യത എന്ന വിഷയത്തെയാണ് Hope you are writing down notes faithfully and systematically every day. ഓരോ ദിവസവും വിശ്വസ്തയോടെ നോട്ടുകൾ എഴുതിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because we are learning so much about the Son of God. കാരണം ദൈവപുത്രൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ There are പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. so much insights and wisdom and wonders in the Word of God. ദൈവവചനത്തിനകത്ത് അത്യന്തികമായിട്ടുള്ള ജ്ഞാനവും അറിവും ഉൾക്കാഴ്ചയും എല്ലാം ഉണ്ട്. So let's go together, but let me request you to share the link of this video with all your friends and all your enemies. അത് ഈ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ മിത്രങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ And if പ്രോത്സാഹിപ്പിക്കുന്നു. you have not subscribed to Blessing Today channel, do it right away. ഇതുവരെയും ബ്ലെസ്സിങ് ടുഡേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. All right. Jesus' uniqueness in his sufferings. യേശുവിൻ്റെ കഷ്ടതയിലുള്ള അവൻ്റെ നിസ്തുല്യത. When we think about human suffering, മനുഷ്യരുടെ കഷ്ടതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ all human beings suffer in life some way or other. ഓരോ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. Every one of us. നമ്മളിലുള്ള എല്ലാവരും തന്നെ. The gravity, the quantum of suffering may vary. ഒരു പക്ഷേ കഷ്ടതയുടെ അളവുകളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കാം. But we all suffer. എന്നാൽ നാം എല്ലാവരും കഷ്ടപ്പെടുന്നു. People suffer due to sicknesses. ചില ആളുകൾ രോഗനിമിത്തം കഷ്ടത അനുഭവിക്കുന്നു. A lot of children are suffering because of malnutrition. ചില ഒത്തിരി കുഞ്ഞുങ്ങൾ ശരിയായ ഭക്ഷണമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നു. People in every country suffer because of poverty. പല രാജ്യങ്ങൾ ദാരിദ്ര്യം നിമിത്തമായിട്ട് കഷ്ടത അനുഭവിക്കുന്നു. Many people go through joblessness, homelessness. ചില ആളുകളാകട്ടെ ജോലിയില്ലാത്ത, ചിലരാകട്ടെ ഭവനമില്ലാത്ത അവസ്ഥയിലൂടെ കഷ്ടത അനുഭവിക്കുന്നു. The humanity suffer because of their sinfulness. മനുഷ്യരാശി മുഴുവൻ അവരുടെ പാപനിമിത്തമായിട്ട് കഷ്ടത അനുഭവിക്കുന്നു. Millions suffer because of wickedness, alcoholism, drug abuse, molestation, rape, etc. ദശലക്ഷക്കണക്കിന് ആളുകൾ മദ്യപാനം, ദുഷ്ടത, അതുപോലെ തന്നെ മയക്കുമരുന്ന് തുടങ്ങിയുള്ള ദുഷ്പ്രവർത്തികൾ നിമിത്തമായിട്ട് കഷ്ടത അനുഭവിക്കുന്നു. Sometimes I am even afraid to open a news channel. ചില സമയത്ത് ഒരു വാർത്താ ചാനൽ തുറക്കുവാൻ പോലും ഞാൻ ഭയപ്പെടുന്നു. There is no good news. അതിനകത്തൊന്നും നല്ല വാർത്ത Only കാണാനില്ല. terrible, horrible news. അതിനകത്ത് എല്ലായിടത്തും ദുഃഖകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള വാർത്തകളെ കാണുന്നുള്ളൂ. Daily newspapers, the periodicals, the print media, everything is filled with a lot of horror stories. എല്ലാ ദിവസത്തെയും പത്രങ്ങൾ, മാധ്യമങ്ങൾ ഇതിലെല്ലാം തന്നെ ഭയാനകമായിട്ടുള്ള കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നാം വായിക്കുന്നത്. People suffer because of human trafficking. ജനങ്ങൾ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന മഹാകൃത്യ നിമിത്തമായിട്ട് കഷ്ടത അനുഭവിക്കുന്നു. Then on the other side, looting, killing, stealing. മറ്റൊരു ഭാഗത്ത് മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ വിഷയങ്ങളിൽ. And people suffer because of battles and wars. അതുപോലെ തന്നെ യുദ്ധങ്ങളാലും അതുപോലെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളാൽ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. Shell attacks, missile attacks, bombing. ഷെല്ലുകളുടെ ആക്രമണങ്ങൾ, അതുപോലെ മിസൈലുകളുടെ ആക്രമണങ്ങൾ, ബോംബിന്റെ ആക്രമണങ്ങൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്നു. We hear about infanticides, homicides, genocides, suicides, massacres, death sentences, etc. അതുപോലെ തന്നെ ശിശുഹത്യ, നരഹത്യ, വംശഹത്യ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാകുക തുടങ്ങിയുള്ള ഒത്തിരി കൃത്യങ്ങളിലൂടെയുള്ള കഷ്ടപ്പാടുകളിലൂടെ ജനം കടന്നു പോകുന്നു. And we hear about terrible stories of persecution. അതുപോലെ തന്നെ മതപീഡനത്തിന്റെ വലിയ കഷ്ടപ്പാടുകളിലൂടെ ഈ കാലഘട്ടം കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. Then about abuse, mutilation, amputation, etc. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ, ശാരീരിക അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള പീഡനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്നുണ്ട്. And we have heard a lot of atrocious activities
one race doing against another race. അപ്പോൾ തന്നെ ഏറ്റവും നീചകരമായി ഒരു വംശം മറ്റൊരു വംശത്തെ നശിപ്പിക്കുന്ന അധിക്ഷേപിക്കുന്ന കഥകളും നാം കേൾക്കുന്നു. We hear about a lot of anti-Semitism, especially the Holocaust in the times of Hitler. ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ആൻറ്റിസെമിറ്റിസം അല്ലെങ്കിൽ യഹൂദന്മാർക്ക് എതിരെ നടന്ന വംശീയ അധിക്ഷേപത്തിൻ്റെ കഥകൾ നമുക്കറിയാമല്ലോ. 6 million Jews were brutally assassinated in gas chambers and with other methods. 60 ലക്ഷത്തോളം വരുന്ന യഹൂദ ജനതയാണ് ഗ്യാസ് ചേംബറിനകത്തേക്ക് കയറ്റി നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്. And the Son of God came to this suffering world. ഓർക്കുക, ദൈവപുത്രൻ ഈ കഷ്ടതയുടെ ലോകത്തേക്കാണ് കടന്നു വന്നത്. And he also suffered because he was living in this wicked world. ഈ ദുഷ്ട ലോകത്ത് അവനും നമ്മെ പോലെ തന്നെ കഷ്ടത അനുഭവിച്ചു. From Adam onwards, all human beings have suffered to a certain extent. ഓർക്കുക, ആദം മുതൽ ഇതുവരെയും എല്ലാ മനുഷ്യരും ഒരു പ്രത്യേക തരം വരെയും കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. But the suffering of Christ was unique. എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടത എന്ന് പറയുന്നത് അത് നിസ്തുല്യമാണ്. His suffering, the suffering of Christ from his birth, climaxed to his passion. ഓർക്കുക, ക്രിസ്തുവിൻ്റെ കഷ്ടത എന്നുള്ളത് അവൻ്റെ ജനനത്തിൽ തുടങ്ങി അവൻ്റെ മരണത്തിൻ്റെ ആ തീവ്രതയിലാണ് അത് പോയി നിൽക്കുന്നത്. Hebrews chapter 5 verse number 8 and 9. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ. Son though he was, he learned obedience from what he suffered, and once made perfect, he became the source of eternal salvation for all who obey him. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. Now these couple of verses picturize it all. ഈ 2 വചനങ്ങൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളെ മുഴുവൻ ചിത്രീകരിക്കുന്നു. It says, son though he was. ഈ വചനം പറയുന്നത് അവൻ പുത്രൻ എങ്കിലും, He was the Son of God. അവൻ ദൈവപുത്രനായിരുന്നു. But he had to suffer. പക്ഷെ എന്നിട്ടും അവന് കഷ്ടത We അനുഭവിക്കേണ്ടി are വന്നു. ordinary human beings, born of human beings. എന്നാൽ നമ്മുടെ കാര്യം ചിന്തിച്ചു നോക്കൂ, നാം സാധാരണ മനുഷ്യരായി ജനിച്ച് പിറന്നു വീണ മനുഷ്യരാണ്. See, from the fall of man, suffering entered into this world. ഓർക്കുക, ഈ മനുഷ്യന്റെ വീഴ്ച മുതൽ കഷ്ടത ഈ ഭൂമിയിലേക്ക് വന്നു വീണു. And the Son of God also came into that suffering world. ഈ ദൈവപുത്രനും ഈ കഷ്ടതയുടെ ലോകത്തിലേക്കാണ് ഇറങ്ങി വന്നത്. He was not exempt from sufferings. അവൻ ഒരിക്കലും ഈ കഷ്ടതയിൽ നിന്ന് ഒഴിവുള്ളവനായിരുന്നില്ല. But he had to go through the biggest amount of suffering in this world as an individual. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നാം നോക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം കഷ്ടതയുടെ ചില ഘട്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി. All throughout the history, for the last 2000 years, many great painters tried to paint his suffering. ഈ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ അനേക ചിത്രകാരന്മാർ അവൻ്റെ വേദനയെ പകർത്തിയെടുക്കുവാൻ, ചിത്രത്തിലൂടെ പകർത്തിയെടുക്കുവാൻ അവർ ശ്രമിച്ചു. Many have tried to compose songs on it. അതിനെക്കുറിച്ച് പലരും ഗാനങ്ങൾ രചിക്കുവാൻ ആരംഭിച്ചു. We have hundreds and hundreds, maybe thousands of songs singing about the passion of the Christ, the suffering of Christ. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയെക്കുറിച്ച്, തൻ്റെ മരണത്തിലെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാടിയിട്ടുള്ള ആയിരക്കണക്കിന് ഗാനങ്ങളുണ്ട്. In all languages. എല്ലാ ഭാഷകളിലും. And people have tried to make movies and films about the passion of the Christ. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ കഠിന വേദനയെക്കുറിച്ച് ഉള്ള സിനിമകളും ഇതുപോലെ പല ആളുകളും, ഫിലിംസും പല ആളുകളും അത് സംവിധാനം ചെയ്തു. And so many artists, they have staged sight and sound shows all over the world.
അതുപോലെ തന്നെ അനേക കലാകാരന്മാർ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ ഇത് ലോകമെമ്പാടും എത്തിക്കുവാൻ അവർ ശ്രമിച്ചു. But nobody can picturize the real suffering of the Son of Man in its true meaning. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി തീർന്നവൻ സഹിച്ച ആ കഷ്ടതയുടെ ഒരു ഭാഗം പോലും വെളിപ്പെടുത്തുവാൻ ഇവരിൽ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. Because when the suffering of Christ climaxed to the pinnacle, even the nature could not withstand. There were darkness all over. There was earthquake and rocks were split. So many unnatural things happened in the nature. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ സഹിച്ച ആ പീഡനത്തിൻ്റെ കഷ്ടതയുടെ കാഠിന്യ നിമിത്തം അത് സഹിക്കുവാൻ പ്രകൃതിക്ക് പോലും സാധ്യമല്ലായി തീർന്നതുകൊണ്ട് യേശുവിൻ്റെ മരണസമയത്ത് വല്ലാത്ത അനത്ത അന്ധകാരം, ഇരുട്ട് ഈ ഭൂമിയെ വന്ന് മൂടി, പാറകൾ പൊട്ടി പിളരുന്നതായിട്ടും തുടങ്ങിയുള്ള അനേക കാഴ്ചകൾ ആ സമയത്ത് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. And I want to express my apology to you because even this episode, even our describing this to you will not be sufficient to really picturize the passion he went through. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് കടന്നുപോയ യഥാർത്ഥമായ ആ തീവ്ര വേദനയെ ചിത്രീകരിക്കുവാൻ ഈ കൊച്ചു എപ്പിസോഡിനകത്തുള്ള ഈ സമയത്തിനും ഞങ്ങൾക്കും അത് വിവരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഏറ്റവും ഖേദപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. Only the Holy Spirit can give us at least a glimpse of his suffering. ഓർക്കുക, പരിശുദ്ധാത്മാവിന് മാത്രമേ അവൻ്റെ വേദനയുടെ ആഴത്തിൻ്റെ ഒരു കണിക നമുക്ക് വെളിപ്പെടുത്തി നൽകുവാൻ സാധിക്കും. In suffering in his human life, Jesus becomes unique and matchless. ഓർക്കുക, ക്രിസ്തുവിൻ്റെ കഷ്ടത, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കഷ്ടത, അത് നിസ്തുല്യമായിരുന്നു, അവൻ മാത്രം അനുഭവിച്ചതായിരുന്നു. First of all, the sinless Son of God lived in a sinful world. That itself was a suffering. ഓർക്കുക, ഒന്നാമതായിട്ട് പാപമില്ലാതിരുന്ന ദൈവപുത്രൻ പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിച്ചു. അത് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഷ്ടതയാണ്. The most holy one lived in the most contaminated world. ഓർക്കുക, ഏറ്റവും വിശുദ്ധനായ ഒരുവൻ ഏറ്റവും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരിടത്ത് താമസിക്കുന്നു. Suppose you are not a smoking person. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പുകവലിക്കുന്ന ശീലമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. But if you are forced to travel in a smoking compartment in a train, what will be your experience? എന്നാൽ പുകവലി ശീലമില്ലാത്ത, പുകവലിയെ വെറുക്കുന്ന നിങ്ങൾ പുകവലിക്കുന്ന ആളുകളുടെ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്തൊരു ട്രെയിനകത്ത് യാത്ര ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? For me, it is unthinkable. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു It will കാര്യമാണ്. be like ending up in a hell. അത് ഒരു നരകത്തിൽ പോയി അവസാനിക്കുന്ന പോലെ ഇരിക്കും. So the sinless, holy Son of God was living in a sinful world. ഇപ്പോൾ ഈ പാപരഹിതനായിട്ടുള്ള ദൈവപുത്രൻ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്ത് അവൻ ജീവിക്കുകയാണ്. I just want to take you to a parable Jesus himself shared with others. മറ്റുള്ളവരോട് യേശു കർത്താവ് പങ്കുവെച്ച ഒരു ഉപമ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Matthew 21, മത്തായിയുടെ സുവിശേഷം 21 verses 33 up to 44. 33 മുതൽ 44 വരെയുള്ള വേദവചനങ്ങൾ. Listen to another parable. There was a landowner who planted a vineyard. He put a wall around it, dug a wine press in it, and built a watchtower. Then he rented the vineyard to some farmers and moved to another place. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. Now, you might have read this parable many times. ഒരു പക്ഷേ ഈ ഒരു ഉപമ നിങ്ങൾ പലവട്ടം വായിച്ചിട്ടുണ്ടായിരിക്കും. But this also talks about the suffering Jesus went through. യേശു കർത്താവ് കടന്നുപോയ കഷ്ടതയെക്കുറിച്ചാണ് ഇതും നമ്മോട് സംസാരിക്കുന്നത്. He himself is putting it across through a parable.
ഇവിടെ തന്നെ തന്നെ താനൊരു ഉപമയിലൂടെ വെളിപ്പെടുത്തുകയാണ്. And many people do not understand this. ഒത്തിരി ആളുകൾക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. Holy Spirit, we invite you so that you can give us an understanding in revelation. പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച് ആനയിക്കേണ്ടതായിട്ടുണ്ട്. Now, verse number 34, when the harvest time approached, he sent his servants to the tenants to collect his fruit. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. Can I ask you, do some of you have some plantation, some estate, some garden, some cultivation, agricultural land or something? നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചില തോട്ടങ്ങളോ അതുപോലെ തന്നെ ഇതുപോലെ കൃഷി ഇടങ്ങളോ മറ്റോ ഉണ്ടായിരുന്നിരിക്കാം. If you have, put it in the live chat. Let me know if you have 1 acre or 10 cents, small or big. Some of you may have acres or hectares of land. But let me know if you have some plantation like this. എന്നാൽ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ഇത്തരത്തിൽ എന്തെങ്കിലും 10 സെന്റിനകത്തോ ചെറിയൊരിടത്തോ ഒരു കൃഷി, ചിലപ്പോൾ ഏക്കർ കണക്കിന് കൃഷി നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ, കൃഷി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവായി ലൈവ് ചാറ്റിൽ ഇപ്പോൾ ഇടുക. എനിക്കത് കാണാൻ സാധിക്കും. Because you will understand this parable more. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. If you have some tea estate or rubber estate or something, you have a lot of workers, estate workers in that, and you will understand this. നിങ്ങൾക്ക് റബ്ബർ എസ്റ്റേറ്റോ അതുപോലെ ടെയില എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഏലത്തിൻ്റെ എസ്റ്റേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ജോലിക്കാർ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഉപമയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും. 35. The tenants seized his servants. They beat one, killed another, they stoned a third. കുടിയാന്മാരോ 35 കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. See, the landowner has a land and the plantation is there, and he has employed a lot of workers there. He is giving the wages, and they are the landowner's dependents. And when the harvest time came, when the servants went there to collect the fruit, they were attacked. And they beat one, killed another, stoned a third. ഇപ്പോൾ നോക്കുക, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം അവിടെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ ഫലം വരുന്ന സമയത്ത് തൻ്റെ അവകാശമാണ്. എന്നാൽ തൻ്റെ അവകാശത്തെ പിടികൊള്ളുവാൻ വേണ്ടിയിട്ട് തൻ്റെ ദാസന്മാരെ താൻ അവിടെ അയക്കുമ്പോൾ ഈ കുടിയാന്മാർ അവർ ചെയ്യുന്നതെല്ലാം മറന്നു കളഞ്ഞിട്ട് ഈ വന്ന ദാസന്മാരെ തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് നാം വായിച്ചത്. 36. Then he sent another servant to them, more than the first time, and the tenants treated them the same way. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു, അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. Last of all, he sent his son to them. They will respect my son, he said. ഒടുവിലവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. But when the tenants saw the son, they said to each other, "This is the heir. Come, let's kill him and take his inheritance." മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. Hey, if you are an estate owner, you are sending servants, all of them were killed, attacked. But finally, you are sending your own son. And the workers are saying, he's the heir. Let's kill him and take his inheritance. അവനെ പിടിച്ച് ഈ സമയത്ത് അവിടെ ഉള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഇവൻ അവകാശിയാണ്, അതുകൊണ്ട് ഇവൻ്റെ ഈ അവകാശത്തെ പിടിക്കാൻ വേണ്ടി ഇവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞു. 39. So they took him and threw him out of the vineyard and killed him. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് 39-ാമത്തെ വചനം പുറത്താക്കി അവനെ കൊന്നുകളഞ്ഞു. See, the son of the landlord is cut off. ഇപ്പോൾ നോക്കുക, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകനെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. 40. Therefore, when the owner of the vineyard comes, what will he do to these tenants? 40-ാമത്തെ വചനം, ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? He will bring those wretches to a wretched end. They replied, and he will
rents the vineyard to other tenants who will give him his share of the crop at harvest time. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്നവർ അവനോട് പറഞ്ഞു. The hearers are responding to Jesus this way. ഇത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ യേശു കർത്താവിനോട് പറയുന്ന പ്രതികരണമാണിത്. Jesus said to them, have you never read in the scriptures, the stone the builders rejected has become the cornerstone? The Lord has done this and it is marvelous in our eyes. 42 യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? Therefore I tell you that the kingdom of God will be taken away from you and given to a people who will produce its fruits. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Anyone who falls on this stone will be broken to pieces. Anyone on whom it falls will be crushed. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇതാരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. Okay, now who is the landlord in this parable? ഈ ഒരു ഭാഗത്ത് കാണുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? The landowner is God. ഇവിടെ കാണുന്ന അഗ്രഹസ്ഥനായ ആ മനുഷ്യൻ അഥവാ സ്ഥല ഉടമസ്ഥൻ എന്നുള്ളത് ദൈവമാണ്. Vineyard is the kingdom of God. ഇവിടെ പറയുന്ന മുന്തിരിത്തോട്ടം എന്നുള്ളത് ദൈവരാജ്യത്തെയാണ് കാണിക്കുന്നത്. The tenants are the nation of Israel. അതുപോലെ തന്നെ കുടിയാന്മാർ എന്ന് കാണിക്കുന്നത് ഇസ്രായേൽ ജനത്തെയാണ് കാണിക്കുന്നത്. And when I'm giving the explanation, we can write it down. Landowner, God. Vineyard, kingdom of God. Tenants, Israel. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതുക, സ്ഥല ഉടമസ്ഥൻ, ഗ്രഹസ്ഥൻ എന്ന് പറയുന്നത് ദൈവം, മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവരാജ്യം, അതുപോലെ തന്നെ കുടിയാന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത. And the servants who were sent in different batches are prophets in the Old Testament. പല സമയങ്ങളിലായി അയക്കപ്പെട്ട ദാസന്മാർ എന്ന് പറയുന്നത് പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെ കാണിക്കുന്നു. And the Son is the Lord Jesus. ഒടുവിൽ മകൻ അല്ലെങ്കിൽ സ്ഥല ഉടമസ്ഥന്റെ മകൻ, അത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? So previously the prophets who were sent were stoned, they were attacked, they were killed. ഇതിനു മുന്നമേ അയച്ചിരുന്ന ഓരോ പ്രവാചകന്മാരെയും കല്ലെറിയുകയും കൊന്നുകളയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. But what they did to the Son is more grievous. എന്നാൽ പുത്രനോട് ചെയ്ത കാര്യം ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. Because he was not a servant, he is the owner. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവനൊരു ദാസനല്ല, മറിച്ച് അവൻ അവകാശിയാണ്. But he was killed. പക്ഷെ അവനും കൊല്ലപ്പെട്ടിരിക്കുന്നു. And the vineyard was given to other tenants. ഇപ്പോൾ ഈ മുന്തിരിത്തോട്ടം മറ്റാളുകൾക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. The other tenants are the other nations, the Gentile nations. ഇപ്പോൾ മറ്റ് ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുടിയാന്മാർ എന്ന് പറയുന്നത്, പുതിയ ആളുകൾ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളാണ്, ജാതികളെയാണ് അത് കാണിക്കുന്നത്. But my point is this: the Son was killed by the workers. എന്നാൽ എൻ്റെ പോയിന്റ് ഇതാണ്, പുത്രൻ ഇവിടെ ദാസന്മാരാലാണ് കൊല്ലപ്പെടുന്നത്. That is horrible. അത് വളരെ ഭയാനകമായ ഒന്നാണ്. Because Jesus is the creator, redeemer and the savior. ഓർക്കുക, യേശു ക്രിസ്തു അവൻ രക്ഷിതാവാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ രക്ഷകനാണ്. He was persecuted by the creation. അതുമാത്രമല്ല, ഇപ്പോൾ തൻ്റെ സൃഷ്ടിയാൽ അവൻ ഉപദ്രവം നേരിടുകയാണ്. The maker was tormented and killed by those who were made by him. ഓർക്കുക, തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാൽ സൃഷ്ടാവ് ഇപ്പോൾ ഉപദ്രവിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. Unthinkable, mind-blowing. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. Sometimes in prayer and in my meditation, sometimes I have wept and wept and wept because of the heinous activities the wicked people did against
the Lord of glory. തേജസ്സിൻ്റെ കർത്താവിനോട് ഈ സൃഷ്ടി ചെയ്തിട്ടുള്ള അപാരമായിട്ടുള്ള നീചമായിട്ടുള്ള ആ വേദനിപ്പിക്കുന്ന അവസ്ഥകളെ ഓർത്തിട്ട് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, എൻ്റെ ധ്യാനത്തിൽ ഞാൻ പലപ്പോഴും വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. You can also start meditating upon the uniqueness of the sufferings of Christ these days. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ വേദനകളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ We will continue with this tomorrow. നമ്മളിത് നാളെയും തുടരുന്നതായിരിക്കും. And before I come back tomorrow morning, you can just go through the passages where the sufferings of Christ is depicted. നാളെ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ നിസ്തുല്യതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപായി അവൻ കടന്നുപോയ കഷ്ടപ്പാടിൻ്റെ ആ വേദഭാഗങ്ങളൊക്കെ വായിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. Now, through the sufferings of Christ, we have deliverance. ഓർക്കുക, ക്രിസ്തുവിൻ്റെ കഷ്ടതയിലൂടെയാണ് നമുക്ക് വിടുതൽ ലഭിച്ചത്. And we can receive that right now. ഈ സമയത്ത് അതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. You can stretch forth your hands towards the screen. ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടാമോ? Lord, through the stripes, through the wounds, you have sustained on your body, Lord. We have healing. Right now, Father, I release that healing upon people. കർത്താവെ, അങ്ങയുടെ ശരീരത്തിൽ ഏൽക്കപ്പെട്ട ആ മുറിവുകൾ, അടിപ്പിണരുകളാൽ കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ആ സൗഖ്യം ഇപ്പോൾ വന്നു ചേരട്ടെ. I feel like so many people with diabetes, the Lord is healing. ഇപ്പോൾ ഡയബറ്റീസ്, പ്രമേഹത്തിൻ്റെ അസുഖമുള്ള ഒത്തിരി ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്നതായി ഞാൻ And അറിയുന്നു. some people who have problems with their gums and in the jaw, the Lord is healing. അതുപോലെ തന്നെ ഒത്തിരി ആളുകളുടെ വായ്ക്കകത്തെ മോണയിലുള്ള ചില പ്രശ്നങ്ങൾ, അതുപോലെ താടിയിലുള്ള ചില പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. Different kinds of hemorrhages and bleeding, the Lord is stopping in Jesus' name. അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള തലച്ചോറിനകത്തെ രക്തസ്രവം, ശരീരഭാഗങ്ങളിലെ രക്തസ്രവം കർത്താവ് ഇപ്പോൾ നിർത്തലാക്കുകയാണ്. God is healing migraine ഇപ്പോൾ തലവേദനയെ കർത്താവ് സൗഖ്യമാക്കുന്നു. and COVID pneumonia, in Jesus' name be healed. അതുപോലെ തന്നെ ന്യൂമോണിയ, കോവിഡ് ന്യൂമോണിയ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. There's a person, you have some growth or some breakage or something to the tailbone, the Lord is healing. അതുപോലെ തന്നെ നട്ടലിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ടെയിൽ ബോണിനകത്തുള്ള ചില വളർച്ചയോ ചില പ്രശ്നങ്ങളോ പോലെ എന്തോ ഒന്ന് കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ്. And deterioration in the hip joint, the Lord is healing in Jesus' name. അതുപോലെ ഇടുപ്പിലിൻ്റെ ഭാഗത്തുള്ള ചില തേയ്മാനങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. And not only in the hip joint, but any joint, deterioration in any joint, the Lord is healing. അതുപോലെ തന്നെ ഏത് സന്ധികളിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ തേയ്മാനങ്ങളും ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Any kind of healing you can receive by faith. ഏത് തരത്തിലുള്ള സൗഖ്യമാണെങ്കിലും വിശ്വാസത്തോടെ നിങ്ങൾക്കത് സ്വീകരിക്കാൻ We are സാധിക്കും. not the healers. God is. You can believe in the Lord Jesus and receive your healing. ഞങ്ങൾ രോഗസൗഖ്യം നൽകുന്ന വ്യക്തികളൊന്നുമല്ല, പക്ഷേ കർത്താവ്, നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നെങ്കിൽ അവനിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യത്തെ പ്രാപിച്ചെടുക്കാൻ സാധിക്കും. Severe skin diseases and skin allergies, the Lord is healing. വളരെ കഠിനമായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾ, ത്വക്കിനകത്തുള്ള അലർജികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Thank you, Lord. I pray for financial breakthroughs. ഇപ്പോൾ സാമ്പത്തികമായ വിടുതലുകൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. And Lord, I pray for very good job for jobless people. അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. I pray for life partners. അതുപോലെ ജീവിത പങ്കാളികൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. And I pray for people suffering because of many problems. അതുപോലെ ഒത്തിരി പ്രശ്നങ്ങളാൽ വേദന അനുഭവിക്കുന്നവർക്കായി ഞങ്ങൾ In പ്രാർത്ഥിക്കുന്നു. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. If you are blessed through these Blessing Today episodes, you can share the link of this episode with others. നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. Also, you can come forward to sponsor some of these episodes so that we can carry this to different nations of the world. അതുമാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ട് വന്നത് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഈ സന്ദേശം ലോകമെമ്പാടും അനേകിടങ്ങളിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ You സാധിക്കും. can see the prayer line number on the screen.
നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ You can സാധിക്കുന്നുണ്ടല്ലോ. call anytime and some prayer ministers will be praying with you. നിങ്ങൾക്ക് ഏത് സമയത്തും ഈ നമ്പറിൽ വിളിക്കാൻ സാധിക്കും. ചില പ്രാർത്ഥനാ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And also you can use Blessing Today WhatsApp number. അപ്പോൾ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പർ ദയവായി ഉപയോഗിക്കുക. God bless you. See you tomorrow. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. Bye-bye. ബൈ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ.